നമ്മുടെ പ്രേക്ഷകരെ ഒരുപാട് സന്തോഷിപ്പിക്കാനും പാട്ടിന്റെ യാത്രയിലൂടെ ഒത്തിരി ദൂരം കൊണ്ടുപോകാനും ഒക്കെ ആയിട്ട് നമ്മൾ ഏറ്റവും പുതിയ എപ്പിസോഡുമായിട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ്. എപ്പിസോഡിലേക്ക് പോകുന്നതിന് മുന്നേ, പാട്ടുകളൊക്കെ കേൾക്കുന്നതിന് മുന്നേ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുട്ടിപ്പാട്ടുകാരുടെ കൂട്ടുകാരെ വെൽക്കം ചെയ്യാനുള്ള സമയമാണ്. ലെറ്റ്സ് വെൽക്കം ആര്യ ചേച്ചി, മധു അങ്കിൾ ആൻഡ് MJ അങ്കിൾ. വെൽക്കം. കുട്ടിപ്പാട്ടുകാരുടെ കൂട്ടുകാർ റെഡിയാണോ? റെഡി അല്ലേ? ഇന്ന് ഒത്തിരി വിശേഷങ്ങൾ പറയാനായിട്ട് കുറെ പേര് പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. അവരെ അധികം വെയിറ്റ് ചെയ്യിപ്പിക്കാൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അത് കൂടാതെ വേറൊരു പ്രത്യേകത ഉണ്ട്, നമ്മൾ പുതിയ റൗണ്ട് തുടങ്ങാൻ പോകുന്നു. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള 3 റൗണ്ട്സ് ആണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ഒന്നാമത്തത് മാജിക് മെലഡീസ്, പിന്നെ റെട്രോ റിവൈൻഡ്, പിന്നെ ഉള്ളത് സെലിബ്രേഷൻ. അതായിരിക്കും എന്റെ ഫേവറേറ്റ്. അതെ, നമ്മുടെ രണ്ടുപേരുടെയും ഫേവറേറ്റ് അതായിരിക്കും. അതെ, അങ്ങനെ ഫുൾ സെലിബ്രേഷൻ ആണ് ഇന്നത്തെ എപ്പിസോഡ്. നമുക്ക് തുടങ്ങാം അല്ലേ? ആദ്യത്തെ ആളെ വിളിക്കാം. മധുകൾ, ഏതാണ് റൗണ്ട്? കുറച്ച് പണ്ടത്തേക്ക് പോവാൻ പോവാ നമ്മള്. റെട്രോ റെട്രോ റിവൈൻഡ് റിവൈൻഡ് അടിക്കാൻ പോവാണ്. റെട്രോ കാലഘട്ടത്തിലേക്ക് നമ്മൾ റിവൈൻഡ് അടിച്ച് പോവാൻ. അതെ, പോവാൻ പോവാണ്. റെഡിയല്ലേ 3 പേരും? റെഡി. അങ്ങനെ നമ്മൾ റിവൈൻഡ് അടിച്ച് പുറകോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട്, ഒരു റെട്രോ റൗണ്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് അനുഷ്കത്താണ്. ലെറ്റ്സ് വെൽക്കം അനുഷ്ക കുട്ടി ഓൺ സ്റ്റേജ്. ഹലോ അനുഷ്. ഇതും അമ്മയുടെ അമ്മ തൈസല്ലേ? അതെ. എന്താണ് വിശേഷം? സുഖം. 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 സുഖം അത് പഠിച്ചു അല്ലേ അവിടെ നിന്ന്? ഇവ കറക്റ്റ് ആയിട്ട് ഖം ഥം അതൊക്കെ കറക്റ്റ് ആണ്. അപ്പൊ ധൈര്യമാണോ ധൈര്യമാണോ? ധൈര്യം. ഭാവമാണോ ഭാവമാണോ? ഭാവം. വിദ്യാർത്ഥിയാണോ വിദ്യാർത്ഥിയാണോ? വിദ്യാർത്ഥി. 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 സാധാരണ എല്ലാവരും തെറ്റിച്ച് പറയുന്ന ഒരു അതെ അതെ അതെ. വിദ്യാർത്ഥിയല്ലേ? വിദ്യയാണ്. വിദ്യ 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 നോളജ്. വിദ്യ അർത്ഥിക്കുന്ന. അപ്പൊ മലയാളം ക്ലാസ് കഴിഞ്ഞു. അതെ, ഇനി പാട്ട് ക്ലാസ്. അതെ, കണക്കില്ല. വസന്ത പഞ്ചമി നാൾ. സൂപ്പർ സോങ്, വെരി നൈസ്. ജാനകി അമ്മ പാടിയ പാട്ടാണെന്ന് എനിക്കറിയാം. അല്ലേ? ബാബുക്കയുടെ പാട്ടാണെന്ന് എനിക്കറിയാം. ഭാസ്കര മാഷിന്റെ വരികളാണെന്ന് എനിക്കറിയാം. ഭാർഗവീനിലെ പാട്ടാണെന്ന് എനിക്കറിയാം. 1964 പാട്ടാണെന്നും എനിക്കറിയാം. എല്ലാം അറിയുന്നവനാരോ? അത് മധുപാലകൃഷ്ണൻ അല്ല, ജഗന്നാഥൻ. ഓ, എല്ലാം അറിയാം മധുക്കളുടെ. എന്നാ ഇതില് വേറൊരു പാട്ട് പറ. ഞാൻ എല്ലാം അറിയുന്നവൻ ജഗന്നാഥൻ എന്നാ പറഞ്ഞത്. താമസനെന്തേ വരുവാൻ? താമസമെന്തേ വരുവാൻ അറബിക്കടലൊരു മണവാളൻ. വേറൊരു വളരെ ഫേമസ് പാട്ടുണ്ട്. ഏകാന്തതയുടെ അപാരതീരം, ഏകാന്തതയുടെ അപാരതീരം. ഇതൊക്കെ ഇതിലെ പാട്ടാണ്. ഏകാന്തയായി പോയി. നമുക്ക് പാട്ട് പാടാപ്പാ. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കണ്ട. എന്നാ നമുക്ക് തുടങ്ങിക്കളയാം. തുടങ്ങാം. ഓക്കെ, ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ചേച്ചി. വസന്ത പഞ്ചമി നാളിൽ വരുമെന്നൊരു കിനാവു കണ്ടു, വരുമെന്നൊരു കിനാവു കണ്ടു. കിളിവാതിലിൽ മിഴിയും നട്ടു കാത്തിരുന്നു ഞാൻ. വസന്ത പഞ്ചമി നാളിൽ
ഗുഡ് ഗുഡ് ഗുഡ്. നന്നായിരുന്നു കേട്ടോ. അനുഷ്ക കുട്ടി എന്താ? ഉഗ്രം സെലക്ഷൻ ആട്ടോ. താങ്ക് യു സർ. നന്നായിട്ട് പാടി. താങ്ക് യു ഇത് സർ. അതില് പല ഭാഗങ്ങളും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. അതിൽ Thank എനിക്ക് you, sir. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലാസ്റ്റ് ചരണമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ആരും വന്നതില്ല ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് കലക്കി. താങ്ക് യു സർ. ആ ഒരു സ്റ്റാൻസ മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഞാനങ്ങ് എടുക്കുക. താങ്ക് യു സർ. വോയിസ് കുറച്ച് ഈ ബേസ് നോട്ട്സിലൊക്കെ വരുമ്പോൾ കുറച്ച് വീക്ക് ആവുന്നുണ്ട്. അത് ഈ ഒറിജിനൽ പിച്ച് ഡി ഷാർപ്പിലായിരുന്നു. ആ, എനിക്ക് ഈ ബേസ് അങ്ങനെ അധികം പോവാത്തോണ്ട് ഞാൻ എഫ് ആക്കി. ആണല്ലേ. വായാടിയാണോ? വായാടി അല്ല. ആരോടാ ചോദിക്കണ്ടേ ഇപ്പൊ ഞാൻ? അച്ഛനോട് അമ്മ, എല്ലാവരും ഉണ്ട്. അച്ഛനോടും അനിയത്തിനോടും അനിയത്തിയോട് ചോദിക്കാം. ഇത്തിരി സംസാരം കൂടുതലാണോ അനുഷ്ക കുട്ടിക്ക്? സംസാര ആവശ്യത്തിന്. പിന്നെ ഇവളായിട്ട് തല്ലുപിടിക്കുമ്പോൾ അനിയത്തിയായിട്ട് വലിയ ഒച്ചെടുക്കാറുണ്ട്. അതറിയാതെ അങ്ങനെ ഇത് വളരെ കേടാണ്. അനുഷ്ക കുട്ടി പാടുമ്പോ തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തിരി സ്ട്രെയിൻഡ് ആയിട്ടുള്ള വോയിസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്, പിന്നെ വിറ ഫീൽ ചെയ്യുന്നുണ്ട്, അത് വീക്കായിട്ടുള്ള ഒരു ഇത് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ സാധാരണ വരുന്നത് ഓവർ സ്ട്രെയിൻ ചെയ്യുമ്പോഴാണ് പൊതുവെ. അപ്പൊ അതങ്ങനെ ഒന്ന് ശ്രദ്ധിക്കണം. ഈ ഹൈ പിച്ച് പോയപ്പോ പെർഫെക്റ്റ് ആയിരുന്നു. എനിക്ക് ഇന്ന് തോന്നിയതില് വസന്തമോ വന്നു കഴിഞ്ഞു എന്ന് അതിന് കഴിഞ്ഞിട്ട് വരുന്ന ഒരു തുണ്ടുപല്ലവി വസന്ത പഞ്ചമി നാളിൽ തുടങ്ങിയതും ആ നിർത്തുന്ന സംഗതിയും അതൊക്കെ ഒന്ന് അതെങ്ങനെയായിരുന്നു? മാത്രം വാസന്തയില് കാറ്റാണ്. വാ എന്ന് പാടുമ്പോ കാറ്റ് വരുന്നുണ്ട്, അതാണ്. അപ്പൊ ഈ പറഞ്ഞ വീക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കുക. കുറച്ചും കൂടി ശക്തി അവിടെ കൊടുക്കണം. അതിനുള്ള പ്രാക്ടീസ് ചെയ്യണം. ദാറ്റ്സ് ഓൾ. വേറൊന്നും എനിക്ക് പറയാനില്ല. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഈ പാട്ട് കേട്ടിട്ട് ഇങ്ങനെ എന്തൊക്കെയോ അനുഭവങ്ങൾ. എനിക്ക് തോന്നുന്നത് നമ്മുടെ മലയാളികൾക്ക് ഈ പാട്ടൊരു ഇമോഷനാണ്. It's not just a song or a tune or the lyrics. കാലങ്ങൾക്കൊക്കെ അപ്പുറമായിട്ട് എത്ര കാലം കഴിഞ്ഞാലും ഈ പാട്ട് അങ്ങനെ നിലനിൽക്കും. അതാണ്. മാത്രമല്ല എന്തൊരു ശാന്തതയാണ്. അനാവശ്യമായ ഒരു ശബ്ദമില്ല, ഒരു ടോണില്ല, ഒന്നുമില്ല. ഒരു ബഹളമില്ല. ഇങ്ങനെ അതിൻ്റെ കൂടെ ഈ പാട്ടിന്റെ കൂടെ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന പ്രശാന്തമായിട്ടുള്ള. പക്ഷെ എന്തോ ഒരു സങ്കടമുണ്ട്. കാരണം വരേണ്ടയാൾ വന്നില്ലല്ലോ. അതെ. അപ്പൊ കാത്തിരിപ്പിന്റെ വിരഹത്തിന്റെ ഒരു വേദനയുണ്ട്. അത് നന്നായിട്ട് കൺവേ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇനി പറയാൻ പോകുന്ന ഒരു ചെറിയൊരു ചലഞ്ചാണ്. എഫ് ഷാർപ്പിന് പാടാമോ? ലെറ്റ്സ് ട്രൈ. അല്ല, ഹൈ അല്ല, ആദ്യം ബേസ്. വാസന്ത പഞ്ചമി നാളിൽ വരുമെന്നൊരു കിനാവു കണ്ടു, വരുമെന്നൊരു കിനാവു കണ്ടു, കിളിവാതിലിൽ മിഴിയും നട്ടു, കാത്തിരുന്നു ഇതിൽ കുറച്ചും കൂടെ ശ്രുതിയും ചേരുന്നുണ്ട്. അതെ, കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ട്. അതെന്താ വെച്ചാ മോളുടെ, ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഒരു പാട്ടില്, മോളുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വോയിസിന്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് മേളിലോട്ടാണ്. അപ്പൊ പാട്ടിന് സെലക്ഷൻസ് വരുമ്പോ അത് ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇതിൽ ആരും കിട്ടുമോ? പാടി നോക്കി. കിട്ടും. പിച്ച് ഇതുപോലെ സെലക്ട് ചെയ്യണം. പാടുന്നതിന് മുമ്പ് തന്നെ ഈ ഹൈ പിച്ച് എത്തുന്നുണ്ടോ എന്ന് നോക്കണം. ബേസ് പ്രശ്നമാണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ അങ്ങനെ പിച്ച് സെലക്ട് ചെയ്യുമ്പോൾ അതുപോലെ സെലക്ട് ചെയ്യണം കേട്ടോ. എന്നെ ഇവിടെ നിന്ന് എണിപ്പിച്ച് നിർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഒന്നാമത് 100 കിലോ ഉണ്ട്. ഞാൻ തന്നെ കഷ്ടപ്പെട്ടാണ് എണിക്കേണ്ടത്. പക്ഷെ എണിച്ചേ പറ്റൂ എന്ന് തോന്നുമ്പോഴാണ് എണിക്കുന്നത്. അതെന്താ വെച്ചാ ആ ഒരു അറ്റംപ്റ്റ് ഇല്ലേ, ദാറ്റ് ഷോസ് യുവർ സിൻസിയറിറ്റി, that shows your courage, that shows Anushka. Thank you sir. That is very good. ഇനിയിപ്പോ
അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താ വെച്ചാൽ ഇപ്പൊ ബാബുക്കയുടെ ഒരു കമ്പോസിങ് ശൈലി വരുമ്പോഴത്തേക്കും അതിനകത്ത് സംഗതികൾ ഏത് രീതിയിൽ പാടപ്പെടുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഒരു കർണാടക ശൈലിയാണ് നമ്മളെല്ലാം പഠിച്ച് നമ്മൾ വരുന്നത്. അപ്പൊ നമുക്ക് ഉതകുന്നത് അതുമാണ്. അപ്പൊ നമ്മൾ നാച്ചുറലി ആ സംഗതികളൊക്കെ ആ രീതിയിൽ പാടാൻ ഉദ്ദേശിക്കും. പക്ഷെ അദ്ദേഹം കൊണ്ടുവരുന്ന ഒരു രീതി അങ്ങനെയല്ല, അതിന് അത്ര എഫേർട്ട് ഇല്ല. ഇപ്പൊ ലൈറ്ററാണ്, വളരെ ലൈറ്ററായിട്ട് പാടണം എന്നുള്ളതാണ്. വാസന്ത പാടുക, വാസന്ത എന്ന് പാടുന്നതിനുള്ള വ്യത്യാസമില്ലേ, അതാ ഞാൻ പറഞ്ഞേ. വാസന്ത പാടി. അത് നമ്മൾ കുറച്ചുകൂടെ ഹസ്കിയാക്കുന്ന അടുത്തല്ല ഞാൻ പറയുന്നത്, അതിന്റെ ഒരു എക്സ്പ്രഷൻ അങ്ങനെയാ. കണ്ടു, എങ്ങനെ വരുമെന്നൊരു കിനാവ് കണ്ടു, വരുമെന്നൊരു കിനാവ് കണ്ടു, അത് കണ്ടു, കണ്ടു, അത് സംഗതിയായിട്ട് പണ്ട കണ്ടു. കണ്ടു. അടുത്തത് കിളിവാതിലിൽ മിഴിയും നട്ടു. അങ്ങനെ അങ്ങനെ ആ സംഗതി അങ്ങനെ ഇംപ്രസ് ചെയ്യരുത്, അത്രയും കട്ടി കൊടുക്കരുത്. നട്ടു, ഇനിയും നട്ടു, പിന്നെ കാത്തിരുന്നു നാളിൽ സംഗതിയില്ലേ, അങ്ങനെ വന്നു. അടുത്ത സംഗതി അതിന്റെ അതാണ്. അപ്പൊ നമ്മൾ ഈ സംഗതികളെ അപ്രോച്ച് ചെയ്യുന്ന രീതി തന്നെ മൊത്തം വ്യത്യാസമാണ്. അപ്പൊ ബാബുക്കയുടെ പാട്ടുകൾ ഇനി എടുക്കുമ്പോൾ അതങ്ങനെ പാടാൻ ശ്രമിക്കണം. അപ്പൊ എനിക്കും പ്രശ്നമുണ്ട്, കാരണം ഞാനും കർണാടക സംഗീതത്തിന്റെ ബേസിസ് നിന്ന് വരുന്നുണ്ട്. ഞാൻ പാടാൻ പഠിച്ചത് അതുകൊണ്ട് ആയതുകൊണ്ട് ഞാൻ സംഗതികൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ആ രീതിയിൽ അങ്ങോട്ട് വരും. പക്ഷെ അതല്ല ബാബുക്ക ഉദ്ദേശിക്കുന്ന ആ സംഗതിയുടെ ബ്യൂട്ടി എന്ന് പറയുന്നത്, സൗന്ദര്യം എന്ന് പറയുന്നത്. അത് ജാനകിയമ്മ ആ രീതിയിൽ പാടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പിന്നെയും അത് കേട്ട് നോക്കുമ്പോഴത്തേക്കും നമുക്കത് കിട്ടും. അത് കിട്ടിയേ പറ്റൂ. ഓക്കെ, വളരെ നന്നായിട്ട് പാടാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ അനുഷ്ക. താങ്ക് യു സർ. അനുഷ്ക കുട്ടി, ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ. നല്ല കറക്റ്റ് പാട്ട് അനുഷ്ക കുട്ടിക്ക് പാടാൻ പറ്റിയ ഒരു പാട്ട്. ഈ വാസന്ത പഞ്ചമി നാളിൽ ആ വരിയല്ലേ ഏറ്റവും ഇതിന്റെ ബേസ് ആയിട്ട് വരുന്ന സ്ഥലം. അതുപോലെ അതിന്റെ ഏറ്റവും ഹൈ പോർഷൻ ഏതാ, ആരും വന്നതില്ല. എനിക്ക് ആരും വന്നതില്ല അനുഷ്ക കുട്ടി പാടുമ്പോൾ കൊതിയാണ്, കാരണം എന്റെ വോയിസ് ഒന്നും എത്തില്ല അവിടെ, വെറും കാറ്റാ. എനിക്ക് പക്ഷെ ചെയ്യാൻ പറ്റുന്നത് എന്താ അറിയോ, ഈ വാസന്ത പഞ്ചമി നാളിൽ അനുഷ്ക കുട്ടീന്റെ നേരെ താഴത്തെ ഒക്ടേവിൽ പക്ഷെ എനിക്ക് പാടാൻ പറ്റും. വാസന്ത കിടക്കുന്നുണ്ടോ, പഞ്ചമി നാളിൽ വാസന്ത സെയിം ആണ്, എഫ് ആണത്, പക്ഷെ താഴത്തെ ഒക്ടേവില്. അപ്പൊ എനിക്കറിയാം എന്റെ പക്ഷെ എന്റെ സ്ട്രോങ് ഹോൾഡ് അതാണെന്ന് എനിക്ക് അറിയാം. അതുകൊണ്ട് ഞാൻ ഈ പാട്ടെടുക്കുമ്പോ എന്ത് ചെയ്യും, കുറച്ചും കൂടെ താഴോട്ടേക്ക് പോകും. എനിക്കത് അറിയാം, എത്ര താഴോട്ട് പോയാലും ഞാനത് പിടിക്കും എന്നുള്ളത് എനിക്ക് ഭയങ്കര ഉറപ്പാ. ആ ഒരു ഉറപ്പ് അനുഷ്ക കുട്ടിക്ക് ആ മേളത്തെ റേഞ്ചിൽ വേണം, മനസ്സിലായി? അത് ആലോചിച്ചിട്ട് താഴത്തേക്ക് പോകുന്നത് അതുപോലെ മുകളിലേക്ക് മേളിൽ പോകാൻ പറ്റും, മനസ്സിലായോ? അതെപ്പോഴും മനസ്സിൽ വെക്കണം. അതാണ് നമ്മുടെ സ്ട്രെങ്ത്, അനുഷ്ക കുട്ടിയുടെ വോയിസിന്റെ ശക്തി അതാണ്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് അനുഷ്ക കുട്ടി. നമുക്കപ്പൊ മാർക്കിലേക്ക് കടക്കാം. ഇന്നത്തെ സ്കോർ 97 out of 100. ഓൾ ദി ബെസ്റ്റ് അനുഷ്. അടുത്ത ഉടുപ്പുമായിട്ട് വരണം ചേച്ചി. ബൈ ബൈ. താങ്ക് യു. ടാറ്റാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. MJ അങ്കിൾ, നമ്മുടെ പുതിയ റൗണ്ട്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. 3 അതെ, 3 തരത്തിലുള്ള റൗണ്ടുകളാണ്. അത് മാത്രമല്ല ആലാപനത്തിന് ശരിക്കും ടെസ്റ്റ് ചെയ്യുന്നതാണ് ഈ 3 റൗണ്ടുകൾ. ലെറ്റ്സ് ലുക്ക് ഫോർവേഡ് ടു ഇറ്റ്. അതെ, അങ്ങനെ മെലഡികളുടെ വേറൊരു ലോകത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് മാജിക് മെലഡി റൗണ്ടിൽ പാടാനെത്തുന്നു നമ്മുടെ ദക്ഷ് കുട്ടൻ. ലെറ്റ്സ് വെൽക്കം ദക്ഷ് ധാർമിക് ഓൺ സ്റ്റേജ്. ഹായ് സർ. ഹായ് ഹായ് ഹായ്. ഹായ് സർ. ഹായ്. വീണ്ടും ആ കളർ ഷർട്ട്.
കൺഫ്യൂഷനുള്ള ആ കളർ. ആ നേരാട്ടോ. ദക്ഷകുട യെസ് സർ. കഴിഞ്ഞ ദിവസം പ്രോമിസ് ചെയ്തിരുന്നു ഒരു പ്രസംഗം. സർ ആയില്ല. ആയിട്ടില്ല. നമുക്കൊരു 1.5 മിനിറ്റ് പ്രസംഗം മതി കേട്ടാ. റെക്കോർഡ് ചെയ്തത് മുന്നത്തെ വിസ്താരയിൽ കാണിച്ചാൽ മതിയോ? അത് പോരാ. പോരാ, അതാവുമ്പോ എളുപ്പമുണ്ടായിരുന്നു ലൈവ് പെർഫോമൻസ് ആണ്. അത് തൊണ്ടയ്ക്ക് പിന്നെ പാടുമ്പോ അല്ല, പാട്ട് കഴിഞ്ഞിട്ട് മതി, പറഞ്ഞാ മതി. ഇന്ന് വേണമെന്നില്ല. ബട്ട് ഗെറ്റ് റെഡി ഫോർ ഇറ്റ്. അതൊക്കെ വലിയ തീപ്പൊരി പ്രസംഗമാണോ ചെയ്യാൻ പോണത്? തൊണ്ട പോലും തൊണ്ട പോവാനായിട്ട്. പോവാനായിട്ട്. അതെ, സാധാരണ എപ്പോഴും നല്ല പ്രസംഗം ഘോരഘോരം. ആണല്ലേ? ഓ, ഘോരമായിട്ട്. അത് ശരി. ഇങ്ങനെ പല പിച്ച് പോവോ? ഏത് നോട്ട് വരെ പോയിരിക്കും? അതറിയില്ല സർ. അപ്പൊ ദക്ഷകുട, യെസ് സർ. ഇന്ന് ഏതാണ് പാട്ട്? മൂവന്തി താഴ്വരയിൽ വെന്തുരുകും. രവീന്ദ്ര ആഹാ. മാസ്റ്റർ. സൂപ്പർ സോങ്. ആഹാ. യെസ് സർ. അതിലെ പല പാട്ടുകളും ഹിറ്റാണ്. എല്ലാ പാട്ടുകളും തന്നെ പറയാം അല്ലേ? മഞ്ഞക്കിളിയുടെ മോളിപ്പാട്ടുണ്ടേ, അതതിലല്ലേ? ആ യെസ് സർ. ആ, കന്മദം, ലോഹിദാസ് സർ. തിരുവാതിര തിര നോക്കി അല്ലെ, മിഴിവാർന്നൊരു ഗ്രാമം. ആഹാ, അത് എന്റെ ടൈറ്റിൽ സോങ് പോലെയാണ് അല്ലേ? അതെ 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 അതെ. ലോഹിദാസ് സാറുമായിട്ട് കുറേ അധികം ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ ഓർക്കാണ്. ഓഫ് കോഴ്സ് രവീന്ദ്രൻ മാസ്റ്റർ, പിന്നെ ഗിരീഷ് ഏട്ടൻ അല്ലേ? യെസ് സർ. എഴുതിയിരിക്കുന്ന ഗിരീഷ് ഏട്ടനാണ്. ഇത് ഏത് വർഷത്തിലാണ്? 1998. അതുപോലെ ഈ സിനിമയിൽ ലാലേട്ടനും അതുപോലെ മഞ്ജുവും ഉം. നമുക്ക് മറക്കാൻ പറ്റാത്ത ക്യാരക്ടേഴ്സ് ആണ് അല്ലേ? അപ്പോൾ ഈ പാട്ട് ഗംഭീരാവട്ടെ കേട്ടോ. ഓക്കെ സർ. ഓക്കെ. All the best. താങ്ക് യു All the സർ. best. താങ്ക് യു മാം.
ഒരു തരി പൊൻതരിയായി നിൻ ഹൃദയം നീറുന്നു നീലാവല കയ്യാൽ നിന്നെ വിലോലമായി തലോടിടാം നീലാവല കയ്യാൽ നിന്നെ വിലോലമായി തലോടിടാം താരാരിരം മൂവന്തി താഴ്വരയിൽ വെന്തുരുകും നിൻ സൂര്യൻ മുന്നാഴി ചെങ്കനലായി നിന്നുലയിൽ വീഴുമ്പോൾ നൈസ് 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 താങ്ക് യു സർ. ടോപ്പ് ബാൻഡ് അതിമനോഹരം. ദക്ഷുട, യെസ് സർ. ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയത് ഇതിന്റെ ഋതത്തിനെ പറ്റിയാണ്. പല്ലവിട 4 തരികിടയാണ്. തരികിടതീം, 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 തരികിടതീം. 4 തരികിടകൾ കൂടിയതാണ്. അതാണ് ഈ അത് 3 ഓരോ പേര് ഓരോ ഇൻസ്ട്രുമെന്റിൽ ഒന്ന് മൃദംഗം, ഒന്ന് തബല, തബല, അതെ, ഋതം. ഋതം പാഡ്, പിന്നെന്താണ് ഗഞ്ചിറ. ഗഞ്ചിറ, ഗഞ്ചിറയുടെ ആശാൻ ഇതാ ഇവിടെ ഇരിക്കുന്നു. അത് നമുക്ക് ഋതം പാഡിൽ ഋതം വായിച്ചു. പാഡിൽ 4 ഇൻസ്ട്രുമെന്റ്സ് ആണ്. അതൊന്ന് വായിച്ചു കാണിക്കാമോ? 1 2 3 1 2 3. തരികിടതീം, 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 ആ, തരികിടതീം, തരികിടതീം. ആഹാ ആഹാ ഇത് രസമായി കേൾക്കാനല്ലേ. ടേൺ എടുത്ത് സൂപ്പർ സൂപ്പർ. കേൾക്കാതെ കാണാനും ഭയങ്കര രസമുണ്ട്. അതെ അതെ. ഇതിന്റെ മെലഡി പാടിക്കേ, വെറുതെ പാടിക്കേ. മൂവന്തി താഴ്വരയിൽ വെന്തുരുകും വിൻ സൂര്യൻ. ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചില്ല ചിന്തിക്കില്ല. ഇങ്ങനെ ഒരു rhythm ആ. വരുമെന്ന്. അതെ അതെ അതെ. അതാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ. ഇനി രണ്ടും കൂടെ ഒന്നിച്ച് 1 2 3 1 2 3. മൂവന്തി താഴ്വരയിൽ വെന്തുരുകും വിൻ സൂര്യൻ മുന്നാഴി ചെങ്കനലായി നിന്നുലയിൽ വീഴുമ്പോൾ. ഓക്കെ, ആഹാ. ബ്യൂട്ടിഫുൾ. ഫോട്ടോ കോമ്പോസിഷൻ അതെ ലൈക്ക് അതെ. ദാറ്റ്. അപ്പൊ ഇതുപോലെ ഈ ഋതം കേട്ടപ്പോഴേ നേരത്തെ രവീന്ദ്ര മാഷ് ഇതുപോലത്തെ ഒരു പാറ്റേണിൽ വേറൊരു പാട്ടുണ്ടാക്കിയിട്ടുണ്ട്. ആ സിനിമ റിലീസ് ചെയ്തിട്ടില്ല, പക്ഷെ അതിലെ പാട്ടുകളൊക്കെ ഹിറ്റായിരുന്നു. അതിലുള്ള ഒരു പാട്ടാണ് ദീപം കയ്യിൽ സന്ധ്യാദീപം. ദീപം. ആ. പിന്നെ നീലക്കടമ്പുകളിൽ, അതിലാണ് ഈ ടൈപ്പ് ഋതം ഒരു തനിയാവർത്തനം പോലത്തെ ഒരു സ്റ്റൈലില് അതിന്റെ അനുപല്ലവിയും ചരണവും അങ്ങനെ വരും. മ്യൂസിക്കില് എന്തൊക്കെ ചേരുവകൾ അവിടെ ഇവിടെയൊക്കെ ചേരുമ്പോഴാണ് ഒരു കോമ്പോസിഷൻ ഉണ്ടാകുന്നത്. യെസ് സർ. അതിൽ മെയിൻ ഒരു ഇൻസ്ട്രുമെന്റ് ആണ് വോയിസ് എന്ന് പറയുന്നത്. അതാണ് എപ്പോഴും ദക്ഷകുട്ടൻ മനസ്സിലാക്കേണ്ടത്. വെൻ യു സിംഗ് യു ആർ ദ മെയിൻ വോയിസ്. കേട്ടോ, ആ വോയിസ് ആണ് ആൾക്കാരിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് പാടുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ സർ. ദക്ഷകുട്ടൻ നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സർ. ഒരു സംശയമില്ല, ഈ അതെ. പാട്ട് പാടുന്നത് ഈസിയേ അല്ല. ബട്ട് യു ഡിഡ് ഇറ്റ്. അത് Thank you, sir. ആ രീതിയിൽ നല്ലതാണ്. പണ്ട് ലോഹിദാസ് സാർ പറഞ്ഞിട്ടുണ്ട്, അതായത് ഇതിന്റെ ഒരു സിറ്റുവേഷൻ പറഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ മാസ്റ്റർ അടുത്ത് പറഞ്ഞു, ലോഹിദാസ് സാറിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് ഒറ്റ കമ്പി നാദം മാത്രം മൂളും ആ പാട്ട് വളരെയധികം അദ്ദേഹത്തിന് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് മൂവന്തി താഴ്വരയിൽ അതിലോട്ട് വന്ന് ആ, അതിന്റെ അനൂപല്ലേ വീട്ടിലെ? ഒരു വരി തരരരനാല. ആ. അതെ, അതെ. അതെല്ലാം ഒറ്റക്കമ്മി അതെ, അതെ, അതെ. അതുപോലത്തുള്ള ഫ്രേസസ് ഉണ്ട്. അപ്പൊ അത് വളരെ രസകരമാണ്. ഉം. ഇതിനകത്ത് കുറച്ച് ഇടങ്ങൾ എനിക്ക് ഡൗട്ടുണ്ട് ഓക്കെ സർ. പാടിയതില്. ഒരു തരി പൊൻതിരയായി നിൻ ഹൃദയം നീറുന്നു എന്നുള്ളത്. നീറുന്നു അതെങ്ങനെ പാടി? ഒരു തരി പൊൻതരിയായി നിൻ ഹൃദയം നീറുന്നു. ആ ഇപ്പൊ ഇപ്പൊ correct ആയി. correct. നേരത്തെ അത് വന്നില്ല. പിന്നെ വിലോലമായി നീലാവല കയ്യാൽ നിന്നെ വിലോലമായി ഈ വിലോലം അവിടെ ശ്രുതി ചേർന്നില്ല. അതെ. ഇപ്പൊ ശ്രുതി ചേർന്നുണ്ട്. ഇനി ഇരുളുമി ആ നോട്ട്സ് ഏതാ? ഇപ്പൊ എല്ലാം കറക്റ്റ് അതെ പാടുന്നത്. ഇപ്പൊ കറക്റ്റ് ആണ്. ഇപ്പൊ എല്ലാം അപ്പൊ കറക്റ്റ് ആയിട്ട് correct വരുന്നുണ്ട്. അപ്പൊ എല്ലാം അറിയാം. അടുത്ത് മനസ്സിലെ മൺകൂടി. മനസ്സിലെ ആ. മനസ്സിലെ പഠിക്കോ? മനസ്സിലെ മൺകൂടിനുള്ളിൽ ആ. മയങ്ങുന്ന മയങ്ങുന്ന ആ, മ- മ- അതെ. മയങ്ങുന്ന മയങ്ങുന്ന പൊൻവീണയാക്കാം. പൊൻവീണയാക്കാം. അതുപോലെ തന്നെയാണ് അടുത്ത ചരണത്തിലും കവിളിലെ കാണാതെ കനവിന്റെ അതെ. അതൊക്കെ വന്നപ്പോഴത്തേക്കും പിന്നെ
മാറാം എന്നുള്ളത് എങ്ങനെയാ പാടും? മാറാ മാറാ. ആ, ആ, yes, yes. yes, yes. അതിലേക്ക് നമ്മൾ എത്തണം ഓക്കെ കേട്ടോ. സർ. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട അല്ലേ? ആ നീല് നിർത്തി അതെ അതെ Yes. അതെ അത് സഭാഷ. വെരി താങ്ക് നൈസ്. യു സർ. അത് മാത്രല്ല അത്രയും ആ ബ്രത്ത് പിടിച്ചു നിന്നതും. കപ്പാസിറ്റി അതെ ഭയങ്കരമാണ്. കപ്പാസിറ്റി. പിന്നെ ചാർത്താ. ഓ ആഹാ, ആഹാ. Beautiful ആണ്. അതിങ്ങനെ ശ്രുതിയിൽ ലയിച്ച്. ആ, you, ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. വെരി നൈസ് അറ്റംപ്റ്റ്, താങ്ക് യു വെരി സർ. ബ്രേവ് അറ്റംപ്റ്റ്, താങ്ക് യു സർ. വെരി ഗുഡ്. താങ്ക് യു സർ. മിസ്റ്റർ ദക്ഷ് ധാർമിക്, യെസ് സർ. താങ്കളൊരു ചാൾസ് ശോഭരാജാണോ? അതാരാ? ധൈര്യവാനായ ഒരു മനുഷ്യൻ. വളരെ ധൈര്യവാനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. പലരും പറയാറുണ്ട് ഇത്രയും ധൈര്യം ചാൾസ് ശോഭരാജൻ ചാൾസ് ശോഭരാജിനെ പോലും കണ്ടിട്ടില്ല എന്ന്. ആ മധുര സ്വപ്നങ്ങൾ പറഞ്ഞിരുന്നു, പക്ഷെ എനിക്ക് ആരാന്ന് മനസ്സിലായില്ല അല്ലേ? അപ്പൊ എന്തായാലും ഈ ഒരു പാട്ട് എടുത്ത് ഇവിടെ കൊണ്ട് പാടണമെങ്കിൽ നീ ഒരു നിസ്സാരക്കാരനല്ലടാ. താങ്ക് യു സർ. നിസ്സാരക്കാരനല്ല, ധീരനാണ്, ധീരൻ. ധീരനാണ്, ധീരൻ, വീരൻ. താങ്ക് യു സർ. കാരണം ഇത് ഇത്തിരി ടഫായിട്ടുള്ള പാട്ടാണ്. ഇതിങ്ങനെ ചുമ്മാ ഒന്നും പാടി ഫലിപ്പിക്കാൻ പറ്റില്ല സ്റ്റേജിൽ. അത്രയ്ക്കും കഴിവുണ്ടെങ്കിലേ ഇത് പാടാൻ പറ്റൂ, അതിനുള്ള ധൈര്യം കാണിക്കാൻ പറ്റൂ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. വളരെ മനോഹരമായിട്ട് പാടി. ചില ഭാഗങ്ങൾ, അതായത് പ്രത്യേകിച്ച് അനുപല്ലവിയുടെയും ചരണത്തിന്റെ എൻഡ്, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചില്ലേ അത്. പിന്നെ പല്ലവി തുടങ്ങിയപ്പോൾ കുറച്ച് താളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ഓടാനുള്ള ഒരു ടെൻഡൻസി പോലെ തോന്നി. മൂവന്തി താഴ്വരയിൽ നീലാവല കയ്യ, അവിടെ നിന്നാണ് കറക്റ്റ് താളത്തിലേക്ക് വന്നത്. അതിന് മുമ്പ് കുറച്ചൊരു ഓട്ടത്തിനുള്ള ടെൻഡൻസി ഫീൽ ചെയ്തു. ഓക്കെ സർ. ബ്രത്ത് കൺട്രോൾ ഞാൻ പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യാണ്. Thank you, sir. കൊള്ളാം. അത് എന്നിട്ട് ആ നോട്ടിൽ കൊണ്ടുപോയി അതൊക്കെ നല്ല രസമായിട്ട് പാടി കേട്ടോ. you, sir. ഗർണായിരുന്നു. അപ്പൊ ഇതൊക്കെ എനിക്ക് പറയാനുള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നന്നായിരുന്നു. ഇതുപോലുള്ള പാട്ടുകൾ ഇനിയും കൊണ്ടുവരിക. ഈ ധൈര്യം ഇനിയും കാണിക്കുക. ധൈര്യം കാണിച്ചാൽ മാത്രം പോരാ, പാട്ട് നന്നായിട്ട് പാടണം. ഓക്കെ സർ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. നീ ഭയങ്കര ധൈര്യവാനാണടാ. താങ്ക് യു നമ്മുടെ ദക്ഷകുട്ടന്റെ മിടുക്കനാണ് നീ. ഓരോ റൗണ്ട് കഴിയുമ്പോഴും ഞാനിങ്ങനെ ആവേശത്തോടെ നിൽക്കുക. ഓക്കെ, എന്ത് പ്രോഗ്രസ്സാ ഉണ്ടാവും പോകുന്നത്. എനിക്ക് ആ ബ്രെത്ത് കപ്പാസിറ്റി കണ്ടപ്പോ ഞാനെന്ന് താങ്ക് യു മാം. അവിടെയാണ് ഞാൻ വീണത് കേട്ടോ ചേട്ടാ. അതുവരെ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു, എന്താണ് ഇപ്രാവശ്യം എന്താണ് കറക്റ്റ് ആക്കാൻ പോണത്. കറക്റ്റ് ആ ഫുൾ നോട്ട് എക്സ്റ്റൻഷൻ അതുവരെ അതെ. പാടി സമാധാനമായിട്ട് അതാണ് നിർത്തിയിട്ടാണ് പിന്നെ പല്ലവിയിലേക്ക് പോയത്. അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. താങ്ക് യു മാം. പിന്നെ എനിക്കും തോന്നി ആദ്യം പല്ലവിയിൽ കുറച്ചുകൂടെ ഒന്ന് ക്വാണ്ടൈസ് ചെയ്ത് പാടണമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നീലാവല കയ്യാൽ നിന്നെ വിലോലമായി അതൊക്കെ ഭയങ്കര രസമായിട്ട് പാടിയടാ. താങ്ക് യു മാം. ആരാരീരം ഒക്കെ ഭയങ്കര രസമായിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട്. താങ്ക് യു മാം. എന്റെ ഫേവറേറ്റ് പാട്ടാണ് ഈ പാട്ട്. ഞാൻ ചെറുപ്പം മുതലേ കേൾക്കുന്നുണ്ട്, ചെറുപ്പം മുതലേ പാടാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ഞാൻ പഠിച്ചു തീർന്നിട്ടില്ല. വീട്ടിലിങ്ങനെ നമ്മള് ചിലപ്പോ കരോക്കയില് ചിലപ്പോ പാടും. ഈ പാട്ട് ഞാൻ ചിലപ്പോ എടുത്ത് പാടാറുണ്ട്. പഠിച്ചു തീരാത്തൊരു പാട്ടായി. എന്തൊക്കെ ചെയ്താലും എന്തൊക്കെയോ അതിൽ ബാക്കി കിടക്കും ഇങ്ങനെ പഠിക്കാൻ വേണ്ടി. പ്രത്യേക ഫീലാണ് ഈ പാട്ടിന്. ദക്ഷകുട്ട, യെസ് മാം. നമുക്ക് മാർക്കിലേക്ക് കടക്കാം. ഓക്കെ മാം. ദക്ഷകുട്ട, യെസ് സർ. കുഞ്ഞിനും നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങൾക്കും കൊടുക്കുന്ന മാർക്കുകൾ എന്ന് പറഞ്ഞാൽ ധർമ്മം ബേസ്ഡ് ആണ്. ധാർമ്മികമായിട്ടാണ്. എന്റെ ധാർമ്മികം, ദക്ഷ് ധാർമ്മികം എന്ന് പറഞ്ഞ പോലെ ദക്ഷിണ ധാർമ്മികമായിട്ടുള്ള മാർക്ക്. ധാർമ്മികമായിട്ടുള്ള മാർക്ക് ഇറ്റ് ഇസ് ഗോയിങ് ടു ബി 97.75 ഔട്ട് ഓഫ് 100. താങ്ക് യു സർ. എനിക്ക് ടോപ്പ് സിംഗറിൽ സെലക്ഷൻ കിട്ടിയതിന് ശേഷം ഒരിക്കലും മറക്കാത്ത ഒരു ബർത്ത്ഡേ സെലിബ്രേഷന്റെ എക്സ്പീരിയൻസ് ഉണ്ടായി. ബർത്ത്ഡേ എപ്പോഴാ? 23 ഒക്ടോബർ. എന്തായിരുന്നു സ്പെഷ്യൽ? ഞങ്ങള് ഇവിടുത്തെ ബ്രേക്കിന്റെ സമയത്ത് ഗോവയിൽ എത്തിയ ദിവസം തന്നെ എന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ ഞാൻ FB-ൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, ഹാപ്പി ബർത്ത്ഡേ ടു മീ തന്നെ പറഞ്ഞിട്ട്. അപ്പോ അത് കണ്ടിട്ട് അവിടുത്തെ കേരള സമാജം വാസ്കോത്തെ ഒരു അങ്കിള് അച്ഛനെ ഫോൺ ചെയ്തു. അന്ന് ഞാൻ വന്നിട്ടുണ്ടോ, ബ്രേക്ക് ആണോ എന്നൊക്കെ ചോദിച്ചപ്പോ അച്ഛൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം അങ്കിൾ കട്ട് ചെയ്തിട്ട് ഒരു കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും വിളിച്ചു. എന്നിട്ട് പറഞ്ഞു അവരുടെ ഓഫീസ് ഉണ്ട്, മീറ്റിംഗ് ഓഫീസ്, അപ്പൊ അവിടേക്കൊന്ന് വരാൻ പറ്റുമോ, എല്ലാവരും കൂടി ഫുൾ ഫാമിലി കൂടി എന്ന് ചോദിച്ചപ്പോ ഞങ്ങൾ ശരി എന്താന്നറിയില്ലല്ലോ. അപ്പൊ ഞങ്ങള് പോയി നോക്കി. പോയപ്പോഴാണെങ്കിൽ അവരെനിക്ക് വേണ്ടി കേക്ക്, പൊന്നാട, ബൊക്ക, ക്യാഷ് പ്രൈസ്, മൊമെന്റോ ഇതെല്ലാം അറേഞ്ച് ചെയ്തിരുന്നു. അതും
10-20 മെമ്പേഴ്സിന്റെ ഫാമിലി ഒക്കെ ഉണ്ടായിരുന്നു. സാധാരണ എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാറ് വീട്ടില് അമ്മ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കി തരും. അച്ഛൻ ഉണ്ടെങ്കിൽ പുറത്തു പോകും, അല്ലെങ്കിൽ അതും ഉണ്ടാവില്ല. അച്ഛൻ ഉള്ള സമയമാണെങ്കിൽ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു തരും. അതുകൊണ്ട് എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ സാധാരണ കഴിയാറുണ്ട്. അതെ, കൈ നിറയെ സാധനങ്ങളുമായിട്ടാണ് ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ. സ്റ്റാർ അല്ലേ, ചാസിന്റെ ബർത്ത്ഡേ ഒക്കെ ഇങ്ങനെ ആയിരിക്കും അല്ലേ? അപ്പൊ പോയിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ. ടാറ്റാ. All the best. Good night. ബൈ, ഗുഡ് നൈറ്റ്. ഇനി ഒരു ഡ്യുവറ്റാ വരാൻ പോന്നേ. Yes, okay. എനിക്കറിയാം എല്ലാരും കണ്ടോണ്ടിരിക്കുന്ന നമ്മുടെ പ്രേക്ഷകരും നമ്മളടക്കം ഡ്യുവറ്റിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക. എന്ന് വെച്ചാൽ വന്നു കഴിയുമ്പോൾ അറിയാലോ, ഉടുപ്പ് തൊട്ടങ്ങ് മൊത്തം എക്സൈറ്റ്മെന്റ് ഉള്ള കാര്യങ്ങളാണ്. അങ്ങനെ ഒരു സൂപ്പർ ഡ്യുവറ്റ് റൗണ്ടുമായിട്ട് വരാൻ പോകുന്നത് നമ്മുടെ റിയാൻ കുട്ടനും എസ്തർ കുട്ടിയുമാണ്. Very good, very good. വെൽക്കം Yes. എസ്തർ, റോസ്, പ്രവീൺ ആൻഡ് റിയാൻ കുട്ടൻ ഓൺ സ്റ്റേജ്. കൊള്ളാലോ ഈ വേഷം. ഒരു സുന്ദരി സുന്ദരനും ഇന്ന് എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ നമ്മുടെ റിയാൻ കുട്ടൻ. റിയാൻകുട്ട എനിക്ക് മാത്രമുള്ള സമ്മാനമല്ലേ അതില്? അല്ല, ജഡ്ജസിന് എല്ലാവർക്കും എല്ലാവർക്കും ആണല്ലേ? അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും. അപ്പൊ എനിക്ക് തരത്തില്ലേ? കൊണ്ടുവരാൻ റിയാൻ കുട്ടൻ എല്ലാവർക്കും. ഇന്ന് എന്തെങ്കിലും സ്വീറ്റ്സ് ഒക്കെ എടുത്തു വരാൻ കാരണം? എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ? ഞാൻ പറഞ്ഞുതരാം. പറ. മധു സാറേ ഓ, കഴിഞ്ഞ എപ്പിസോഡില് ആ. സ്വീറ്റ്സ് കൊണ്ടുവന്നില്ലെന്ന് മൂന്ന് ഫസ്റ്റിനുള്ളതാണ്. അങ്ങനെ വരട്ടെ. എന്തൊക്കെയായിരുന്നു? ദേശീയ ഗാനം, പിന്നെ ലളിതഗാനം, പിന്നെ ശാസ്ത്രീയ സംഗീതം. MJ സാർ പറഞ്ഞ കറക്റ്റാ. Correct ആണല്ലേ? അതെങ്ങനെ മറക്കും? ഭയങ്കര അഭിമാനമല്ലേ അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് സമ്മാനം കിട്ടുമ്പോ. താങ്ക് യു സാർ. പ്രത്യേകിച്ച് റിയാൻ കുട്ടന്. എസ്തർ ബേബി ഭയങ്കര ചുന്ദരിയായിട്ടുണ്ടല്ലോ ഈ വേഷത്തില്. അയ്യോ, ഭയങ്കര കോമ്പിനേഷൻ. നല്ല എലഗൻസ് ഉണ്ട് അല്ലേ? അതെ അതെ, നല്ല മാച്ചിങ്. ഇംഗ്ലീഷിലൊക്കെ പറയില്ല, എലഗൻസ് പെർസോണിഫൈഡ് എന്നൊക്കെ പറയും. അതുപോലെയാണ് കേട്ടോ. ഈ ഇത് കണ്ടിട്ട് എവിടെയെങ്കിലും കണ്ടു പരിചയം എവിടെയെങ്കിലും ഇതുപോലത്തെ ഒരു വേഷം ഞാനൊരു സിനിമയില് സിനിമയില് ലിസി ചേച്ചിയാണെന്ന് തോന്നുന്നു. ലാലേട്ടന്റെ കൂടെ. അതല്ലേ? അയ്യോ പാവം റിയാൻ കുട്ടൻ എല്ലാം പിടിച്ചോണ്ടിരിക്കുകയാണ് കൊറേ നേരമായി. ആരാ വന്ന് വാങ്ങിക്കണ്ടേ? ആരെങ്കിലും വന്നു മതി. കപ്പിത്താൻ പോയിക്കോളൂ. ഞാൻ തന്നെയാണോ പോണ്ടത്? കപ്പിത്താൻ വരാം. അപ്പൊ വരൂ. ക്യാപ്റ്റന്റെ ജിഗ്ജിക ഉടുപ്പൊക്കെ ഒന്ന് എല്ലാരും കാണട്ടെ. വാ. എന്തൊക്കെ സ്വീറ്റ്സ് ആണോ അകത്ത്? ലഡു ഉണ്ട്. ആഹാ, പിന്നെ പേട. ലഡുവിന്റെ മുകളിൽ കിസ്മിസ് ഇരിക്കുന്ന പോലത്തെ വേഷം ഇട്ടുണ്ടോ നേക്കണേ? അയ്യോ, ഞാൻ എല്ലാവർക്കും വേണ്ടി ഞാൻ ഇത് മേടിക്കാൻ പോവാണ്. കൺഗ്രാറ്റുലേഷൻസ് റിയാൻ കുട്ട. താങ്ക് യു ചേച്ചി. താങ്ക് യു ഉമ്മ. എന്റെ വകയും. എന്റെ വകയ ഉമ്മ കേട്ടോ. താങ്ക് യു. മിടുക്കനാണേ. ഇന്ന് ഡിന്നറിന് ഇതാകാം ലഡു. ലഡു അതുപോലെയല്ലേ തിന്നുന്നത് മൂന്നാളും കൂടി, ഇല്ലെങ്കിൽ ചോക്ലേറ്റും ലഡു. ഇന്ന് ഡിന്നർ ലഡു. അതെ. എന്താ ആര് ചേച്ചി കൂട്ടണ്ടതാ? ഇനി ഇവിടുന്ന് മിഠായി വഴ വീഴുമ്പോ വാട്ടോ ഡിന്നറിന് മെയിൻ കോഴ്സ് ലഡു, അത് കഴിഞ്ഞ് ഡെസേർട്ട് ആയിട്ട് പേട. ഇവിടെ അനധികൃതമായി മുട്ടായി വരുന്നത് മധുച്ചേട്ടനാണ്. മധുവങ്ങളാണോ? അയ്യോ. അതെ. ഏത് പാട്ടാണ്? പൊൻവീണ എന്നുള്ളിൽ. പോരട്ടെ, ഡീറ്റെയിൽസ് പോരട്ടെ എസ്തർ ബേബി. സിനിമ താളവട്ടം, വർഷം 1986, ലിറിക്സ് പൂവച്ചൽ ഖാദർ സാർ, മ്യൂസിക് രഘുകുമാർ സാർ, പാടിയത് ചിത്രമ്മ ആൻഡ് MG സാർ. ഈ പാട്ട് എന്ന് പറഞ്ഞാൽ വളരെ വലിയ അത്ഭുതമാണ്. പ്രത്യേകിച്ചും സിനിമാ പാട്ടെന്ന് പറയുന്നത് ഏത് കാലഘട്ടത്തെ ആണെങ്കിലും ഒരു 2-3 നോട്ട്സിലൂടെ ഒരു പാട്ട് മനസ്സിലാക്കാൻ പറ്റും. മീനുകുട്ടി എന്ന് പാടുമ്പോ തന്നെ ഈ പാട്ടാണ്. അതാണ്, ബാക്കിയുള്ളവർ പാടിക്കോളൂ. അതെ അതെ അതെ. അങ്ങനെ ഒരു ഗംഭീര പാട്ടാണിത്. എത്ര കാലം? 86 ഇപ്പോഴും MG അണ്ണൻ ഏതെങ്കിലും സ്റ്റേജിലെ ഒന്ന് പാടിക്കഴിഞ്ഞാൽ ഉടനെ ബാക്കി ആൾക്കാർ പാടുകയാണ്. അതെ അതെ അതെ. മൈക്ക് അങ്ങോട്ട് കാണിച്ചാൽ മതി. എസ്തർ കുട്ടി, റിയാൻ കുട്ടൻ, എന്തോ സാർ. അപ്പൊ കലക്കണേ. ഓക്കെ സാർ. ഓക്കെ ഓൾ ദി ബെസ്റ്റ് രണ്ടുപേർക്കും. ഓൾ ദി ബെസ്റ്റ്. ലഡു മേലെ കിസ്മിസ്. താങ്ക് യു സാർ. മൗനം വാങ്ങൂ ജന്മങ്ങൾ പുൽകും നിൻ
ഗീതം സ്വപ്നങ്ങൾ നെയ്തും നവരത്നങ്ങൾ പെയ്തും അറിയാതെ അറിയാതെ അമൃത സരസിൻ കരയിൽ പൊൻവീണേ എന്നുള്ളിൽ മൗനം വാങ്ങൂ ജന്മങ്ങൾ പുൽകും നിൻ നാദം നൽകൂ. ചെന്തളിരുകളോരും കന്യാവാടികയിൽ മാനിണകളെ നോക്കി കയ്യിൽ കറുകയുമായി വരം നേടുന്നു സ്വയം വരം കൊള്ളുന്നു ഹേമന്തം പോലെ നവവാസന്തം പോലെ ഹേമന്തം പോലെ നവവാസന്തം പോലെ ലയം പോലെ നലം പോലെ ഹരിയ ഹരിത വിരിയ പൊൻവീണേ എന്നുള്ളിൽ മൗനം വാങ്ങൂ ജന്മങ്ങൾ പുൽകും നിൻ നാദം നൽകൂ. തൂതും പേറി നീങ്ങും മേഘം മണ്ണിന്നേകും ഏതോ കാവ്യം ഹംസങ്ങൾ പാടുന്ന ഗീതം ഇനിയും ഇനിയും അരുളി ലാ 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 ലാ. ആഹാ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്, നൈസ്, സൂപ്പർ സൂപ്പർ, ടോപ്പ് ബാൻഡ് കലക്കി, സൂപ്പർ. എസ്ത കുട്ടീസ്, എന്തോ നമ്മുടെ റിയാൻ കുട്ടൂസ് എന്തോ സാർ. ഗംഭീരായിട്ടോ രണ്ടുപേരും കൂടെ. സാർ. ആ, ഒരുപാട് ഭാഗങ്ങൾ ആസലായിട്ട് രണ്ടുപേരും കൂടെ പാടി കേട്ടോ. താങ്ക് യു സാർ. ആ, എസ്തർ കുട്ടിയാണെങ്കിൽ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് റിയാനെ കേട്ടോ. Thank you, അതിനൊരു sir. പ്രത്യേക കൈയടിയുണ്ട്. താങ്ക് യു സാർ. തീർച്ചയായിട്ടും ചില ഭാഗങ്ങളൊക്കെ റിയാൻ കുട്ടൻ പാടിയത് സൂപ്പർ ആയിരുന്നേ. അതെ അതെ. താങ്ക് യു സാർ. ആ, അതില് വെൺമതികല ചൂടും വിണ്ണിൻ ചാരുതയിൽ. ഓ, എന്തൊരു ചാരുതയായിരുന്നു അത്. താങ്ക് യു ഈ സാർ. ചാരുത എന്ന് പറഞ്ഞാൽ എന്താ? അറിയത്തില്ല. അതായത് ഭയങ്കര മനോഹരം എന്നർത്ഥം. അതെ. ആ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആദ്യം തുടങ്ങിയതാണ്, ഐക്കോണിക് ഹമ്മിങ് എന്ന് പറയാം അല്ലേ. അത് രണ്ടുപേരും കൂടെ പാടിയത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. താങ്ക് യു സാർ. എസ്തറേ, എന്തോ ദൂതും പേറി നീങ്ങും മേഘം മണ്ണിന്നേകും ഏതോ കാവ്യം, ആ. അവിടെ ആ സംഗതി കുറച്ചും കൂടെ ക്ലാരിറ്റിയിൽ പാടാം. മേഘം ദൂതും പേറി നീങ്ങും മേഘം മണ്ണിന്നേകും ഏതോ കാവ്യം അത് കുറച്ചും കൂടെ ക്ലാരിറ്റി വേണം ആ സംഗതി. നീങ്ങും മേഘം മണ്ണിൻ അതെ അതെ. മണ്ണിൻ ഇടയ്ക്കൊരു ഒത്തിരി സംഗതി കൂടി പോകുന്നുണ്ട് ഇടയില് അവസാനം. അതൊന്ന് ക്ലാരിറ്റിയിൽ വരേണ്ട ആവശ്യമുണ്ട്. ഓക്കെ. ലാസ്റ്റ് പലവിയിലും അത് പാടിയപ്പോഴത്തേക്കും അവിടെ എന്തോ ഒരു ഇതുപോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ. ആ. ഹേമന്തം പോലെ നവവാസന്തം പോലെ, അത് നന്നായിരുന്നു കേട്ടോ. താങ്ക് യു സാർ. പോലെ, അതെ. ആ, അത് കൊണ്ടുവരാനായിട്ട് അത് ശ്രദ്ധിച്ചിട്ടുണ്ടേ. താങ്ക് യു ആ സാർ. നോട്ട് അവിടെയുണ്ട്, അത് ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അത് പോലെ ആ മായിൽ എത്തുന്നുണ്ടെന്ന് കാണിച്ചു തരികയാണ് നമുക്ക്. ആ, അത് സൂപ്പർ ആയിരുന്നേ. താങ്ക് യു പിന്നെ സാർ. മൈക്ക് പ്ലേസ്മെന്റ് കുറച്ച് നേസൽ ടോൺ ഇന്ന് കൂടുതലായിട്ട് കേട്ടതുപോലെ തോന്നി. മൂക്കിനോട് അടുപ്പിച്ച് വെക്കാതെ കുറച്ചുകൂടെ താഴോട്ട് ആ ഹേമന്തം ഒന്ന് പാടിക്ക്. ഹേമന്തം പോലെ നവവാസന്തം പോലെ. മൂക്കടപ്പുണ്ടോ? ചെറുത് ചെറുത്. ഇപ്പൊ ചോദിക്കുമ്പോ ഒക്കെ ഒരു സംശയം ആ, ഒരു സംശയമുണ്ട്. ആ മൂക്കടപ്പ് കുറച്ച് ചെറുതായിട്ടുള്ള മൂക്കടപ്പ് ഇവിടെ വലുതായിട്ട് കേൾക്കുന്നുണ്ട്. ആ. അതാണ്. ആ, അത് ഒന്നുകൂടെ പാടിക്കേ. ഹേമന്തം പോലെ നവവാസന്തം പോലെ. അത് നന്നായിരുന്നു. ലയം പോലെ നലം പോലെ. ലയം പോലെ നലും പോലെ ഹരിയ ഹരിത വിരിയ. ഇത് വളരെ ശ്രദ്ധിച്ച് പാടുന്ന പോലെ ഉണ്ട്. അത്രയും ശ്രദ്ധിക്കണ്ട. ലയം പോലെ നലും പോലെ ഹരിയ ഹരിത വിരിയ.
ഇപ്പൊ ശ്രദ്ധിച്ചോ, പൊൻവീണി എന്നുള്ളിൽ മൗനം വാങ്ങൂ. ഞാൻ ശ്രദ്ധിച്ചു പാടിക്കഴിഞ്ഞാൽ കുഴപ്പമാ. പൊൻവീണി എന്നുള്ളിൽ അങ്ങനെ വന്നാലാണ് രസം. മനസ്സിലായോ? അത് കാഷ്വൽ. അത് നമ്മുടെ കുട്ടൻ, നമ്മുടെ റിയാൻ കുട്ടൻ അത് കാഷ്വലായിട്ട് പാടി കൈയടി മേടിക്കും. താങ്ക് യു സാർ. നന്നായി വരട്ടെ. താങ്ക് യു സാർ. എസ്തർ കുട്ടി, എന്തോ റിയാൻ കുട്ടാ, എന്തോ സാർ. ലഡ്ഡു മേലെ കിസ്മിസ്. അപ്പൊ എന്തായാലും പാട്ട് വളരെ നന്നായിരുന്നു. താങ്ക് യു താങ്ക് യു സാർ. സാർ. എനിക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. മോളുടെ കുറച്ചും കൂടി ഒന്ന് ഫ്ലോ വേണം തോന്നി പാടുന്നതിൽ കേട്ടോ. ബാക്കി പല ഭാഗങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ടു മോള് പാടിയത്. റിയാൻകുട്ടൻ വളരെ കാഷ്വൽ ആയിട്ട് തന്നെയാണ് പാടിയത്. നല്ല ഫ്ലോ ഉണ്ടായിരുന്നു പാടിയതിൽ. താങ്ക് യു സാർ. പിന്നെ നവരത്നങ്ങൾ പെയ്തുമാരാ പാടിയേ? ആദ്യത്തെ എസ്തർ. രണ്ടാമത്തെ ഞാൻ. ഒന്ന് പാടി. സ്വപ്നങ്ങൾ നെയ്തും നവരത്നങ്ങൾ പെയ്തും രത്നങ്ങൾ പെയ്തും. രത്നങ്ങൾ പെയ്തും. യെസ്, അതിന്റെ ക്ലാരിറ്റി കേട്ടോ. അതാണ് മാന്യനകളെ മാനിണകളെ നോക്കി കയ്യിൽ ഇപ്പൊ ഓക്കേ. കറുകയുമായി. ടേക്കിൽ അത് കുറച്ചും കൂടി ഒന്ന് ചേരണം തോന്നി കേട്ടോ. ഇത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സൂപ്പറായിട്ട് പാടി. താങ്ക് യു സാർ. ആ എസ്തർ കുട്ടിയുടെ ചെറിയ ചെറിയ സ്റ്റെപ്സ് ഒക്കെ വെച്ചില്ലേ, ഡാൻസ് ഒക്കെ ചെയ്തില്ലേ, നല്ല രസം ഉണ്ടായിരുന്നു അത് കാണാൻ Thank you, കേട്ടോ. sir. ഇങ്ങനെ സൂപ്പറായിരുന്നു. വട്ടത്തിൽ പോയല്ലേ? വട്ടത്തിൽ പോയി, അതെ. സൂപ്പറായിരുന്നു കേട്ടോ. Thank you, ഇതാരെ sir. പഠിപ്പിച്ചെന്നാ ഡാൻസ്? അമ്മാന്റെ കാര്യം. കൊറിയോഗ്രാഫി. അമ്മ ഇങ്ങനെ ഷോ വിഭ്രാന്തി, ഇന്നും എന്നെ പൊക്കി അങ്ങനെ പറയണേ. വിഭ്രാന്തി ഗേൾസിലെ ഒരാളല്ലേ? എന്താ പറയാ, ഇപ്പൊ വിഭ്രാന്തി ഗേൾസിന് കോറിയോഗ്രാഫി ചെയ്യുന്നത് ഈ അമ്മയാണ്. അമ്മയാണെന്ന് ഒരു സംശയം. ഇത് ഒറിജിനലി ഇതിന്റെ ഗിറ്റാർ വായിച്ചിരിക്കുന്നത് ജോണി ചേട്ടൻ എന്നാണ് എന്റെ ഒരു അറിവ്. രാജമണി ചേട്ടനാണ് ഇതിന്റെ ഓർക്കസ്ട്രേഷൻ. ജോണി ചേട്ടൻ ഗ്രേറ്റ് ലെജൻഡ് ആണ്. അദ്ദേഹം ഇന്നില്ല, രാജാമണി ചേട്ടനും ഇല്ല. അപ്പോൾ അവരെ രണ്ടുപേരെയും ഓർക്കുകയാണ്. അദ്ദേഹം ഗംഭീരമായിട്ട് അത് വായിച്ചു. അത് സൂപ്പറായിരുന്നു. താങ്ക് യു സോ മച്ച്. അപ്പൊ അതൊക്കെയാണ് അതിന്റെ കഥ. ഇനി ബാക്കിയുള്ള കഥ ക്യാപ്റ്റൻ പറയും. ക്യാപ്റ്റന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. താങ്ക് യു. എസ്പെഷ്യലി ആ ഓപ്പണിങ് ഭയങ്കര രസമുണ്ടായിരുന്നു. രണ്ടുപേരും നല്ല ഫീലോടെ പാടി. താങ്ക് യു. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്, കേൾക്കാനും നല്ല രസമുണ്ട്. ഇതിന്റെ അപ്പുറം എന്ത് വേണം? ഇതിന്റെ അപ്പുറം ഒന്നും വേണ്ടല്ലോ. ഏയ് ഇനിയൊന്നും വേണ്ട. എന്നാ മാർക്കും വേണം. പൊക്കോ, വീട്ടിൽ പൊക്കോ. ടാറ്റാ. അങ്ങനെയല്ല 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 അങ്ങനെയല്ല. ഒന്നും വേണ്ടേ? റിയാൻകുട്ടാ ഒന്നും വേണ്ടേ? അങ്ങനെ കാണിച്ചാൽ റിയാൻകുട്ട ഇനി മിണ്ടില്ല. അങ്ങനെ ചെറിയ കൂടെ ഞാൻ ചോദിക്കാം, റിയാൻകുട്ട മാർക്ക് അങ്ങനെ വേണോ? കാണിച്ചാൽ റിയാൻകുട്ടി മ്യൂട്ട് ആവുക. മ്യൂട്ടാവും ഇനി മുതൽ. റിയാൻകുട്ടി മധുച്ചേട്ടൻ എന്താ ചെയ്യുന്ന അറിയോ? റിയാൻകുട്ടൻ കൊണ്ടുവന്ന സ്വീറ്റ്സ് മുഴുവൻ ഒറ്റയ്ക്ക് ഇരുന്ന് അവിടുന്ന് കഴിക്കുക കേട്ടോ. ചവയ്ക്കുന്ന ശബ്ദം കേട്ടോ. അയ്യോ മുഴുവൻ കഴിച്ചു. മധുച്ചേട്ടൻ ആർക്കും കൊടുത്തില്ല അത് ഫ്ലോറിൽ. 3 കഴിച്ചെന്ന് തോന്നുന്നു. 6 കാജു കട്ട്ലി, ശരിക്കും 2 ലഡ്ഡു എടുത്ത് വെച്ചാൽ 1 ലഡ്ഡു മോട്ടിച്ചോണ്ട് ഞാൻ പോയി. നോക്കി. അയ്യോ എനിക്ക് ഒരു ലഡു ഒരു കാജു കട്ട്ലിൽ നമ്മൾ ചെകിടിച്ചു. ആരെണ്ണം കഴിച്ചു. എസ്തറൂട്ടിക്ക് ഒന്നും പോലും കൊടുത്തില്ല മധുച്ചേട്ടൻ. നല്ലായിരുന്നു അല്ലെ? ആ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എസ്തർ കുട്ടിക്ക് മാർക്ക്, ജോസി അമ്മി. ഞങ്ങൾക്ക് ലഡ്ഡു. എസ്തർ കുട്ടിക്ക് ഇന്ന് 97 on 100. താങ്ക് യു. റിയാൻകുട്ടന് 97.5 on 100. താങ്ക് യു സാർ. അപ്പൊ റിയാൻകുട്ട താങ്ക് യു. ലഡുവിനും പാട്ടിനും ഒക്കെ താങ്ക് യു കേട്ടോ. വെൽക്കം. എസ്തർ കുട്ടി താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. Thank you. രണ്ടുപേരും കൈ പിടിച്ച് പോവല്ലേ? ആ ആ. എം ജെ അങ്കിൾ, ഇപ്പൊ നമ്മളൊരു മെലഡി സോങ് ഒക്കെ കേട്ടു. പുതിയ റൗണ്ട് തുടങ്ങിയിരിക്കുകയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പൊ ഇനി എല്ലാവരും കാത്തിരിക്കുന്നതിനാ, പ്രത്യേകിച്ച് ഈ ജിഗ ഉടുപ്പിട്ട് ആര്യ ചേച്ചി വെയിറ്റ് ചെയ്യുന്നത് ഏത് റൗണ്ടിനാ? Celebration. അതെ, ഇനി വരാൻ പോകുന്നത് ടോപ്പ് സിംഗറിലെ ഒരു സെലിബ്രേഷൻ ആണ്. സെലിബ്രേഷൻ റൗണ്ടുമായിട്ട് ദിയക്കുട്ടി എത്തുകയാണ്. ലെറ്റ്സ് വെൽക്കം ദിയ ഓൺ സ്റ്റേജ്. ഹലോ. ഹായ് ദിയ. പ്രകാശം പരത്തിക്കൊണ്ട് അങ്ങനെ ദിയ വന്നുകൊണ്ടിരിക്കുകയാണ് വേദിയിലേക്ക്. മന്ദമന്ദം. നല്ല ഡാൻസിനൊക്കെ പറ്റിയൊരു ഉടുപ്പാണ്. മധുവങ്ങളല്ലേ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പ്രകാശം പരത്തുന്ന അതെ. പെൺകുട്ടിന്ന്? ആ, അങ്ങനെ ഒരു പുസ്തകം ഉണ്ട്, അറിയോ? അതെ അതെ അറിയും. അറിയാം. ആ പുസ്തകം സിനിമയാവുന്നുണ്ട്, അറിയോ?
ആണോ? അതിലാരാ പെൺകുട്ടിയെന്ന് ചോദിക്ക്. യു ആർ ദി പെൺകുട്ടി. വെരി ഗുഡ്, കൺഗ്രാചുലേഷൻസ്. താങ്ക് യു. ഈ സിനിമ ഷൂട്ട് കഴിഞ്ഞിട്ട് കുറച്ചായി. ഇത് ടി പത്മനാഭൻ സാറിന്റെ ഒരു കഥയാണ്. അപ്പൊ ഈ കഥ ജയരാജ് സാറാ ഡയറക്ട് ചെയ്യുന്ന പടം. അപ്പോ ഇതിലേക്ക് ഞങ്ങളെല്ലാം ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് അതിന്റെ ലുക്സ് ഒക്കെ കുറച്ച് വ്യത്യാസം. ആ ബുക്ക് വായിച്ചിട്ടുണ്ടോ? ആ ബുക്കിൽ ഒരു തമിഴ് സ്റ്റൈലുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പൊ ഞാൻ മൂക്കുകുത്തിയൊക്കെ നമ്മള് വേറെ ഒട്ടിച്ച്, ഞാൻ മൂക്കുകുത്തിട്ടില്ലല്ലോ, അങ്ങനെ ഒട്ടിച്ച് ഇത് പത്മനാഭൻ സാറിനെ കാണിക്കണല്ലോ. കാണാൻ പോയപ്പോ എന്റെ അച്ഛനൊക്കെ സാറിന്റെ കഥകളുടെ ഭയങ്കര ഫാനാണ്. ഞാൻ അങ്ങനെ അധികം ബുക്ക് വായനാശീലം ഇല്ലാത്ത ആളായതുകൊണ്ട് എനിക്കും അങ്ങനെ വായിച്ചുള്ള പരിചയമല്ല. അപ്പൊ ഞങ്ങള് ചെന്ന സമയത്ത് അങ്കിൾ ഓൾറെഡി കണ്ടിരുന്നു, സിനിമ എടുത്തു വെച്ച് അതെല്ലാം ഷോട്ട് എടുത്തതും ഒക്കെ അങ്കിൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് മാത്രം സ്പെഷ്യൽ ആയിട്ടൊരു പാൽപ്പായസം ഒക്കെ ഉണ്ടാക്കി വെച്ചു ഞാൻ ചെന്ന സമയത്ത്. അപ്പൊ എന്റെ അച്ഛനും അമ്മയ്ക്കും അതൊക്കെ ഭയങ്കര വലിയ എക്സ്പീരിയൻസാ. അവരും ഇങ്ങനെ ഭയങ്കര ആരാധനയോടെ നോക്കി കാണുന്ന ആൾക്കാർ. അപ്പം അങ്കിൾ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ എന്താണോ എഴുതി വെച്ചത് ആ കഥയിലുള്ള അതേ പ്രകാശം പരത്തുന്ന എന്റെ പെൺകുട്ടിയാണ് നീ. എനിക്ക് കിട്ടിയതിൽ വെച്ച് വലിയൊരു അവാർഡാണത്. ഞാനത് ഇന്ന് എവിടെയും പറഞ്ഞിട്ടില്ല, കാരണം ഈ സിനിമ ഇപ്പൊ റിലീസ് ആവാൻ പോകുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ ആദ്യമായിട്ട് ഇവിടെ അത് ഷെയർ ചെയ്യുന്നത് എനിക്ക് കിട്ടിയ ഭയങ്കര വലിയൊരു സന്തോഷം. അതെ, ഇപ്പൊ പറഞ്ഞപ്പോഴാണോ പറയാൻ പറ്റിയേ. പ്രത്യേകിച്ച് എന്ന് വെച്ചാ ടി പത്മനാഭൻ സാറ് എനിക്ക് ഗുരുതുല്യനാണ്. ഞാൻ എന്റെ അച്ഛനെ പോലെ സ്നേഹിക്കുന്ന ആളാണ്. അത്രയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ആളാണ്. കണ്ണൂരൊക്കെ പോകുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിരിക്കും കുറച്ചു നേരം അദ്ദേഹത്തെ കാണാനായിട്ട്. അപ്പൊ എന്നോടും അത്രയും സ്നേഹമാണ് ടി പത്മനാഭൻ സാറിന്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എന്റെ അച്ഛനോട് സംസാരിക്കുന്ന പോലെ പല കാര്യങ്ങളും അദ്ദേഹത്തിനോട് ചോദിച്ചു മനസ്സിലാക്കും. അദ്ദേഹത്തിൽ നിന്ന് ഒരു 5 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു എത്രയോ വർഷത്തെ ജീവിതം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. അങ്ങനത്തെ ഒരു ഗ്രേറ്റ് മാൻ ആണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ മുന്നിൽ എന്റെ മകള് പോയി അവിടെ പറഞ്ഞു, ഈ പ്രകാശം പരത്തുന്ന പെൺകുട്ടി ഈ മീൻകുട്ടിയാണെന്ന് പറഞ്ഞില്ലേ, ആ പെൺകുട്ടിയാണ് ഈ പെൺകുട്ടി. ഒത്തിരി സന്തോഷം. അപ്പോ പ്രകാശം പരത്തുന്ന പെൺകുട്ടിയുടെ തൊട്ടടുത്ത് വേറൊരു പ്രകാശം. ദിയക്കുട്ടി ഏതാണ് പാട്ടുന്നത്? പൊട്ടുകുത്തടി പുടവ ചുറ്റടി. അപ്പൊ ഡീറ്റെയിൽസ്. ഫിലിം രാവണ പ്രഭു, പാടിയത് സ്വർണലത മാമും ശ്രീരാം സാറും. വർഷം 2001, മ്യൂസിക് സുരേഷ് പീറ്റേഴ്സ, ലിറിസിസ്റ്റ് ഗിരീഷ് പുത്തഞ്ചേരി സർ. വെരി ഗുഡ്, നൈസ്. അപ്പൊ അടിപൊളിയാക്കാം. പിന്നെ നമുക്ക് അങ്ങോട്ട് തുടങ്ങി സെലിബ്രേഷൻ, ആഘോഷം. അതെ, ഈ ആഘോഷത്തിൽ ഒരു കുറവും നമ്മൾ സമ്മതിക്കുന്നത്. അതെ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പങ്കുചേരാം ഈ ആഘോഷത്തിൽ. ഓൾ ദി ബെസ്റ്റ്. ഡാൻസ് കളിക്കുന്നുണ്ടോ? ആരിതേന്ന് കഴിഞ്ഞു. പണ്ട് മധുവങ്ങൾ ഒരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു. ദിയക്കുട്ടിക്ക് ആ വാക്ക് എനിക്കാണ് വാക്ക് തന്നത്. എന്തായിരുന്നു അത്? അത് മധുവങ്കൾ എന്റെ കൂടെ ഡാൻസ് കളിക്കാണ്. എങ്ങനെ അന്ന് ഇരിക്കുന്നു? അങ്കിള് മുണ്ടെടുത്തോണ്ട് ഡാൻസ് കളിക്കാൻ ഇന്ന് നല്ല ഒന്നാന്തരം ഡാൻസ് ആയിട്ടിരിക്കുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല. ഇന്ന് വരും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. കുറച്ച് ക്ഷീണമാണ്, ക്ഷീണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പൊട്ടുകുത്തടി പുടവ ചുറ്റടി ചിക്കാം ചിക്കാം ചെയ്ത പെണ്ണെ ചിക ചിക്ക. മുത്തെടുക്കടി മുടിയിൽ വെക്കടി ചിക്കാം ചിക്കാം ചെയ്ത പെണ്ണെ ചിക ചിക്ക. പൊന്നേ അറിയാ പൊന്നേ മുല്ലേ വിരിയാ മുല്ലേ. പൂനില തെല്ലുരുകുന്നേ മുഖത്തിങ്കൾ മൂടുവാൻ. കണിക്കൊന്ന മഞ്ഞണിയുന്നേ മണിക്കമ്മൽ തീർക്കുവാൻ. പൊട്ടുകുത്തടി പുടവ ചുറ്റടി ചിക്കാം ചിക്കാം ചെയ്ത പെണ്ണെ ചിക ചിക്ക. മുത്തെടുക്കടി മുടിയിൽ വെക്കടി ചിക്കാം ചിക്കാം ചെയ്ത പെണ്ണെ ചിക ചിക്ക.
ചിക്ക ചിക 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 മഴക്കാറുമായം കാട്ടും രാവാണേ മതം പൊട്ടി നിൽക്കും പെണ്ണിൻ നെഞ്ചാണേ നിലാമെത്ത നീർത്തി വിരിക്കടി എളിത്തൂവൽ കൊണ്ട് പുതക്കടി വഴിക്കോണിൽ തത്ത ചിലച്ചടി വരുന്നുണ്ട് മാരൻ വാനിലെ ചില്ലുവിളക്കിൽ തിരിത്തുമ്പു താഴടി മാറിലെ താമരമൊട്ടിൽ കുളിച്ചാന്തു ചാർത്തടി ഒട്ടുകുത്തടി പുടവ ചുറ്റടി ചിക്കാം ചിക്കാം ചെയ്ത പെണ്ണെ ചിക ചിക്ക ചിക 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 മുത്തെടുക്കടി മുടിയിൽ വെക്കടി ചിക്കാം ചിക്കാം ചെയ്ത പെണ്ണെ ചിക ചിക്ക ചിക 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 പൊന്നേ അരിയാ പൊന്നേ മുല്ലേ വിരിയാ മുല്ലേ ഊന്നിലാ തെല്ലുരുകുന്നേ മുഖത്തിങ്കൾ മൂടുവാൻ കണിക്കുന്ന മഞ്ഞണിയുന്നേ മണിക്കമ്മൽ തീർക്കുവാൻ ആഹാ സൂപ്പർ സൂപ്പർ കലക്കി കലക്കി കോറസേ കൊള്ളാം നന്നായി നിങ്ങൾ ഇവിടെ വന്നതും നന്നായി ഇതില് ഒരാൾക്ക് മാത്രം ഭയങ്കര നാണാട്ടോ, ഒരു രക്ഷയില്ല. എനിക്ക് ചീത്ത മനസ്സിലായി. പെണ്ണെ ചികിച്ചിക്കാം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതാരാണ്? തൊട്ട് കാണിക്കണോ? ചൂണ്ടി കാണിക്കണോ? ചൂണ്ടി കാണിച്ചോ? ചൂണ്ടി കാണിക്കട്ടെ. 1 അല്ല, 2 അല്ല, 3 അല്ല, 4 അല്ല, ശിവശങ്കരൻ. ഞാൻ തന്നെ. ഭയങ്കര നാണം. ആണ് ശങ്കര അപ്പടി നാണാടാ. അയ്യോ. പക്ഷെ ഞാൻ ഡാൻസിൽ അത്രയ്ക്ക് നല്ലതല്ല. അതാ പ്രശ്നം. ഡാൻസ് ചെയ്യണം നമ്മൾ പറഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ സ്റ്റേജ് വരുമ്പോ ഭയങ്കര നാണമാണല്ലോ. പക്ഷേ വിഷ്ണു സാറ് പറഞ്ഞു നമ്മളോട് ഡാൻസ് കളിക്കാൻ. എടാ പക്ഷെ ശങ്കര നിന്റെ പെർഫോമൻസ് റൗണ്ടിലൊക്കെ നമ്മൾ ചെയ്തിട്ടില്ലേ ഡാൻസ്, ഓർക്കുന്നില്ലേ? അത് ഞാൻ പഠിച്ചിട്ട് വരുന്നേ. ഓ ഇത് പ്ലാൻ ഇല്ലായിരുന്നു, അത് പെട്ടെന്നേ അവനോട് വിഷ്ണു അതെ. സാറ് പറഞ്ഞു ഒട്ടും പ്രതീക്ഷിച്ചില്ല. വേഗം കേറി അതെ കളിക്കാൻ. അതെ 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 അതെ. അല്ല, കഴിഞ്ഞ സീസണിൽ ഞാനുണ്ടായിരുന്നെങ്കിൽ നാണക്കുട്ടൻ എന്ന് പേരിട്ടെന്നെ. വെറുതെ പറഞ്ഞാണ് ശിവശങ്കരൻ കുട്ടാ, നീ ഒരു മിടുക്കൻ പാട്ടുകാരനാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിന്നെ. അതെ. കേട്ടോ, അതിന്റെ സ്വാതന്ത്ര്യത്തിലാണ് ഇതൊക്കെ പറഞ്ഞ കേട്ടോ. മക്കൾ എല്ലാവരും നന്നായിട്ട് പാടി കേട്ടോ. Thank you, Chorus. താങ്ക് യു കോറസ്, താങ്ക് യു സോ മച്ച്. എന്തോ താങ്ക് യു അങ്കിൾ. മ്യൂസിക്കലി ഒന്നും പറയാനില്ലല്ലോ നമ്മുടെ ദിയക്കുട്ടിയുടെ. അതെ. എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കുമല്ലോ. ഒത്തിരി ടഫായിട്ടുള്ള പാട്ടുകൾ ഇവിടെ പാടി അങ്ങ് കസറിയ ആളല്ലേ, പിന്നെയാണോ ചിക്കി ചിക്കാം അല്ലേ? ചീള് കേസ്. അതുപോലെയാണ് ഇതിൽ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഓക്കെ. ഈ സെലിബ്രേഷൻ റൗണ്ട് ആയതുകൊണ്ട് പ്രത്യേകിച്ചും, അതായത് നമ്മുടെ ബോഡി ലാംഗ്വേജിന്റെ കണ്ടിന്യൂറ്റി വേണം. അതായത് ഒരു 8 ബാർ ഡാൻസ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് പാട്ട് വരുന്നു. അപ്പോൾ ഡാൻസ് ചെയ്ത ആള് തന്നെയാണ് പാട്ട് പാടുന്നതെന്ന് തോന്നണം. ഈ പാട്ട് പാടുന്ന ആള് തന്നെയാണ് പിന്നെയും ഡാൻസ് ചെയ്യണമെന്ന് തോന്നണം. അതല്ലാതെ 2 മൈൻഡ് സെറ്റിലുള്ള ഒരേ ആളാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് പിന്നെ ഒരു തോന്നാൻ പാടില്ല. പ്രതിമയായ പോലെ ആയിപ്പോയി. പിന്നെ ഒരു പ്രതിമ. ഞാൻ പറഞ്ഞ മനസ്സിലായത്. അപ്പൊ കണ്ടിന്യൂറ്റി വേണം. നമ്മൾ ഡാൻസ് ചെയ്തിട്ട് പെട്ടെന്ന് പാടുമ്പോഴത്തേക്കും പെട്ടെന്ന് ഡാൻസിനെ അവിടെ നിൽക്ക് എന്ന് പറഞ്ഞിട്ട് പാടുന്നു, പിന്നെ പാട്ടിനെ അവിടെ നിൽക്ക് എന്ന് പറഞ്ഞിട്ട് ഡാൻസ് ചെയ്യുന്നു. അത് വേണ്ട കേട്ടോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. ഈ കണ്ടിന്യൂറ്റി, ബോഡി ലാംഗ്വേജിന്റെ കണ്ടിന്യൂറ്റി, അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ആദ്യം പാടി തുടങ്ങുമ്പോഴത്തേ അത് ചെസ്റ്റ് വോയിസിലാണ് പാടുന്നത്. ചെസ്റ്റ് വോയിസ് എന്ന് പറഞ്ഞാൽ അറിയാമോ? ഇല്ല. ഇറ്റ്സ് ജസ്റ്റ് എ വോയിസ്. ഇറ്റ്സ് എ വോയിസ്. ഇവിടെ സംസാരിക്കുമ്പോ ഇവിടെ ഇങ്ങനെ വൈബ്രേഷൻ തോന്നുന്നതാണ് ചെസ്റ്റ് വോയിസ്. ചെസ്റ്റ് വോയിസ് എന്ന് പറയും. ഇപ്പൊ ആദ്യത്തെ ഒരു വരി പാടി. പൊട്ടുകുത്തടി പുടവ ചുറ്റടി ചിക്കാം ചിക്കാം ചെയ്ത പെണ്ണെ ചിക ചിക്ക. ഇത് മോർ ഓഫ് ചെസ്റ്റ് വോയിസ് ആണ്. അതെ. മോർ ഓഫ് ചെസ്റ്റ് വോയിസ് ആണ് ഇവിടെ വരുന്നത്. നമ്മുടെ വൈബ്രേഷൻ ഇവിടെ നമുക്ക് ഉണ്ടാവും ഇത് വരുമ്പോഴത്തേക്കും. അടുത്ത ലൈൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും ഇതേ റേഞ്ചിലുള്ള ഫ്രേസസ് വരുമ്പോഴത്തേക്കും അത് ഹെഡ് വോയിസിലോട്ട് മാറുന്നുണ്ട്. മഴക്കാറുമായ ഉം. കാട്ടും രാവാണയൊക്കെ വരുമ്പോൾ
അത് മേലോട്ട് പോകുന്നുണ്ടല്ല. അപ്പൊ മാത്രമല്ല ഈ ഹെഡ് വോയിസും ചെസ്റ്റ് വോയിസും കൂടെ മാറി മാറി 2 അക്ഷരങ്ങളിലൊക്കെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചേഞ്ച് ഓവേഴ്സ് പാടില്ല. ഓക്കെ. അപ്പൊ അത് actually- വോയിസ് ക്വാളിറ്റി, വോയിസിന്റെ രീതി, ഇതിന് Consistency. അതിന്റെ കൺസിസ്റ്റൻസി വേണം, അതിന്റെ കണ്ടിന്യൂറ്റി വേണം. ഓക്കെ. ഇനി മൂന്നാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻറ്റ്, ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, അത് സംഗീതമല്ല, ഈ കൺസിസ്റ്റൻസി അല്ല, ഒന്നുമല്ല, നമ്മുടെ സ്വന്തം ഇൻഹിബിഷൻ. അതായത് ഞാനിത് ചെയ്ത, അങ്ങനെ ഒരു മൂവ്മെന്റ് ചെയ്താൽ ശരിയാവുമോ? ഒരു സംശയം. ഒരു സംശയം ഒരിക്കലും സംശയിക്കരുത്. യു ആർ ഓസംലി ടാലന്റഡ്. അപ്പോൾ പെർഫോമൻസ് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഡാൻസ് മൂവ്മെന്റ്സ് എന്താണെങ്കിലും ഒരു ഇൻഹിബിഷനും ഇല്ലാതെ അവിടെ, ഞാൻ നേരത്തെ അവിടെ വന്ന് പറഞ്ഞില്ലേ, യു ആർ ദ ക്വീൻ പെർഫോമൻസ്. ബാക്കിയുള്ളവരൊക്കെ അത് കണ്ടോളണം എന്നുള്ള രീതിയിൽ കമാൻഡർ ആയിരിക്കണം. ഓക്കെ. അപ്പൊ ഇൻഹിബിഷൻ വരില്ല. അപ്പൊ ഈ 3 കാര്യങ്ങളും ശ്രദ്ധിക്കണം. ബാക്കിയെല്ലാം ചിക്ക. ദിയക്കുട്ടി എന്തോ കാലക്കി. താങ്ക് യു സർ. പിന്നെ രണ്ടിലും നല്ല ടാലന്റ് ആണല്ലോ, പാടാനും കഴിവുണ്ട്, ഡാൻസിനും കഴിവുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കഴിവ് ദൈവം ഓൾറെഡി തന്നു കഴിഞ്ഞു. കാരണം പല പാട്ടുകാർക്കും നന്നായിട്ട് ഡാൻസ് ചെയ്യാൻ പറ്റില്ല, ഡാൻസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പൊ പാടാൻ പറ്റില്ല. ഒരു പാട്ടുകാരിയാണ്, അപ്പൊ ഒരു പ്ലസ് പോയിന്റ് ആണ് നന്നായിട്ട് ഡാൻസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതും കൂടി. കാരണം ഇന്നത്തെ കാലത്ത് സ്റ്റേജിൽ വെറുതെ നിന്ന് പാടിയിട്ട് കാര്യമില്ല, ഒരു ഓളം ഉണ്ടാക്കണം. സത്യം. ശരിയല്ലേ? ശരിയാ. മധുവിന്റെ ബാൻഡിന്റെ കൂടെ, മധുവിന്റെ ബാൻഡുണ്ടല്ലോ പേർപ്പിൾ, അതിന്റെ കൂടെ ഒക്കെ ഡാൻസ് ചെയ്യണ കണ്ടു കഴിഞ്ഞാൽ ഡാൻസ് ചെയ്യേണ്ടി വരുന്നു. ചെയ്യണം. അത് ഓൾറെഡി ആ കഴിവ് ഉണ്ട്. അപ്പൊ ഇപ്പൊ നേരത്തെ പറഞ്ഞൊരു കാര്യം, ആ കൺസിസ്റ്റൻസി, പാടിക്കൊണ്ടിരിക്കുന്ന, ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആള് പാട്ട് പാടുമ്പോൾ പ്രതിമ പോലെ പെട്ടെന്ന് നിൽക്കുന്ന പോലെ ആവരുത്. അതിന്റെ ഒരു ബാക്കി പത്രം അവിടെ ഉണ്ടായിക്കൊള്ളണം കേട്ടോ. അപ്പോഴാണ് അതിന്റെ ഒരു ഫുൾ എൻജോയ്മെന്റ് നമുക്ക് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും ഉണ്ടാവുള്ളൂ. യു അണ്ടർസ്റ്റാൻഡ് മിസ് ദിയ? അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി, ബാക്കിയെല്ലാം ഉണ്ട്. ഇനി കുറച്ചും കൂടിയൊക്കെ കിട്ടാനുള്ളൂ. അതെ. ഓക്കെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. കുട്ടി ഹലോ. ഹലോ. ക്ഷീണിച്ചോ ഡാൻസ് ഒക്കെ ചെയ്ത്? ഇല്ല. ഇല്ല, മിടുക്കായിട്ടിരിക്കുകയാണ്. ഇനിയും ഒരു 10 ഡാൻസ് കളിക്കാനുള്ള എനർജി. എനിക്ക് ആ പല്ലവി ഒന്ന് പാടിത്തരുമോ? കാരണം പല്ലവിയില് നമ്മൾ തുടങ്ങുമ്പം എനിക്ക് ആ കിക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ വോയിസിലാണ് അതിന്റെ ആ പവർഫുൾ ഫീൽ ഉണ്ട്. ഒട്ടുകുത്തടി പുടവ ചുറ്റടി ചിക്കാം ചിക്കാം ചീത പെണ്ണെ ചിക്ക് ചിക്ക, ആ ഒരു പുഷ് അത് അതുപോലെ കിട്ടിയാലേ നമുക്ക് നമ്മളന്ന് തുടങ്ങി എന്നുള്ളത് എല്ലാവരും അറിയുള്ളൂ. മനസ്സിലായോ? അത് പിന്നെ എനിക്ക് തോന്നുന്നു പിന്നെ ഫീമെയിൽ വോക്കൽസ് വരുമ്പോഴത്തേക്ക് അത് കുറച്ചൊന്ന് സോഫ്റ്റർ ആവുന്നുണ്ട്. പക്ഷെ ആ ഒരു പല്ലവി തുടങ്ങുമ്പം പഞ്ച് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അതവിടെ. കാരണം വേറെ ഇൻസ്ട്രുമെന്റ്സ് ഒന്നും ഇല്ലല്ലോ, കിക്ക് മാത്രം പോണല്ലോ. പിന്നെ ചരണത്തിന് മുന്നേ ഡാൻസ് ചെയ്തല്ലോ, അപ്പൊ അനുപല്ലവിയൊക്കെ ഡാൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും പാടിയപ്പം വലിയ കുഴപ്പമായി തോന്നിയില്ല. പക്ഷെ ചരണം ഡാൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് സംശയം, ക്ഷീണിച്ചു പോയോ, പിന്നെ ശ്വാസം കിട്ടാതെ ആയോ എന്ന് എനിക്കൊരു ഡൗട്ട് വന്നു. പിന്നെ അവസാനം മാറിലെ താമരമുട്ടിൽ കുളിർച്ചാന്ത് ചാർത്തടി എന്ന് പറഞ്ഞ പോർഷൻ എത്തിയപ്പോഴത്തേക്ക് അയ്യോ ക്ഷീണിച്ചു പോയോ എന്നൊരു ഡൗട്ട് വന്നു. ഈ പാടി നോക്കുമ്പോൾ ഡാൻസും പ്രാക്ടീസ് ചെയ്തോ കൂടെ തന്നെ? പ്രാക്ടീസ് ചെയ്തു. എപ്പോഴും അങ്ങനെയാണോ അപ്പൊ ചെയ്യണേ? അങ്ങനെയാണ് ചെയ്യണത്. ഡാൻസോട് കൂടി പാട്ട് പ്രാക്ടീസ് ചെയ്യണോ? അങ്ങനെ എന്നാലേ ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ അണയ്ക്കും. നോട്ട് പോസിബിൾ. മിടുക്കി. അപ്പൊ അതാണ്, കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ 2 ഡൗട്ട്. പൊന്നെ എന്താ, ബാക്കി എന്താ വരണേ? അണിയാ പൊന്നെ. അരിയാ പൊന്നെ എന്നാണ് ഞാൻ ഇവിടെ കേൾക്കുന്നത്. ആദ്യം ഞാൻ അത്രേ പഠിച്ചു തന്നായിരുന്നു. പിന്നെ പെട്ടെന്ന് കൊറേ നേരം കേട്ട് വെക്കുമ്പോ അണിയാ പൊന്നെ, അണിയാ പൊന്നെ, അണിയാത്ത പൊന്നെ അങ്ങനെയാണ് വരുന്നത് കേട്ടോ. ബാക്കിയൊക്കെ കിടില്, കിടിലോൾ കിടില്. താങ്ക് യു. അപ്പൊ ഞാൻ 2-3 കുറ്റങ്ങൾ പറഞ്ഞില്ലേ? ബോഡി ലാംഗ്വേജിനെ കുറ്റപ്പെടുത്തി, വോയിസ് ക്വാളിറ്റി കുറ്റപ്പെടുത്തി, പിന്നെ ഇൻഹിബിഷൻ അതും കുറ്റപ്പെടുത്തി, മൊത്തം കുറ്റപ്പെടുത്തി. അതൊക്കെ കുറ്റമായിരുന്നോ? കുറ്റമായിരുന്നോ? കുറ്റം അതല്ല, ഒരു എക്സിബിഷൻ ആണോ? എല്ലാത്തിനും ഒരു 0.333 വെച്ച് കുറക്കാം. ഒരു 0.333 ഓരോന്നിനും കുറയ്ക്കട്ടെ. കുറച്ചു. Diyakuti going to be awarded 99 on 100 today. And you are the performer of the day. Madhu uncle അങ്ങോട്ട് വരും. Without dance. With dance. ദിയക്കുട്ടിക്ക് വലിയ ഗിഫ്റ്റ് ഹാമ്പർ. പല്ലുകൾ കാണട്ടെ, നല്ല പല്ലുകൾ. പോലെ തിളങ്ങുന്നുണ്ട്. ഓ
നക്ഷത്രങ്ങൾ പോലെ തിളങ്ങുന്നല്ലോ അത്. ഓക്കെ, അപ്പൊ രണ്ടുപേർക്കും താങ്ക് യു. താങ്ക് യു. സന്തോഷമായിരിക്കണു. ഓക്കെ, ബൈ. നമ്മുടെ കുട്ടിപ്പാട്ടുകാരുടെ കൂട്ടുകാരെല്ലാവരും ശ്രദ്ധിക്കണം. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ഒത്തിരി നല്ല നല്ല പാട്ടുകളും കുട്ടി കുട്ടി കുറുമ്പുള്ള വിശേഷങ്ങളും ഒക്കെ നമ്മൾ കേട്ടു. ഇതുപോലെ തന്നെ നാളെ നമ്മളൊരു എപ്പിസോഡുമായിട്ട് പ്രേക്ഷകർക്ക് വേണ്ടി ഒരുപാട് സർപ്രൈസുകളും ഒരുപാട് നല്ല നല്ല വിശേഷങ്ങളും പാട്ടുകളും ഒക്കെ ആയിട്ട് വരും. അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ ബൈ, സീ യു.